ബൈജൂസിനെ പാപ്പർ കമ്പനിയായി പ്രഖ്യാപിക്കാനുള്ള നടപടികൾ തുടങ്ങിയതായി റിപ്പോർട്ട്. ബംഗളൂരുവിലെ ദേശീയ കമ്പനികാര്യ ട്രൈബ്യൂണലാണ് ബൈജൂസ് കമ്പനിയെ പാപ്പരായി പ്രഖ്യാപിക്കുവാൻ ഉത്തരവിട്ടത്. ദേശീയ ക്രിക്കറ്റ് ടീമിന്റെ സ്പോൺസർഷിപ്പ് ഇനത്തിൽ ബൈജൂസ് 158 കോടി രൂപ തരാനുണ്ടെന്ന് കാണിച്ച് BCCI നൽകിയ ഹർജിയിലാണ് നടപടി. ബൈജൂസിന്റെ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കാനും പാപ്പരായി പ്രഖ്യാപിക്കുവാനുള്ള നടപടികൾക്കുമായി കോടതി പ്രതിനിധിയെ നിയമിച്ചു. ബൈജൂസിലെ നിക്ഷേപകരോടും ജീവനക്കാരോടും കിട്ടാനുള്ള പണത്തിന്റെ ക്ലെയിമുകൾ നൽകാൻ ട്രൈബ്യൂണൽ നിർദ്ദേശം നൽകി. അതേസമയം വിഷയത്തിൽ പ്രതികരണവുമായി ബൈജു രവീന്ദ്രൻ രംഗത്തെത്തി. ട്രൈബ്യൂണൽ ഉത്തരവ് മേൽക്കോടതിയിൽ നേരിടുമെന്ന് ബൈജു രവീന്ദ്രൻ ജീവനക്കാരെ അറിയിച്ചു. എന്നാൽ മേൽക്കോടതികളിൽ നിന്നും ബൈജുവിന് അനുകൂല ഉത്തരവ് ലഭിക്കുവാൻ സാധ്യത കുറവാണെന്നാണ് മാനേജ്മെന്റ് നിരീക്ഷകർ വ്യക്തമാക്കുന്നത്.